ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരു കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നത്. കട്ടൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓർത്തത് കട്ടൻ്റെ കൂടെ കഴിക്കാൻ കടിയൊന്നുമില്ലാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കുന്നത്. അതിന് ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. സവാള ഒരുപാട് കളർ മാറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചച്ചോയ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അടുത്തതായി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഞാനിവിടെ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്ന വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രൈൻഡ് ചെയ്തെടുത്ത ക്യാരറ്റാണ് കേട്ടോ. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് 3/4 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. 2 മുട്ട ഉപ്പിട്ട് കാണ്ട് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതെല്ലാതും നല്ലോണം ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറാവും കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആദ്യം സവാള ഇട്ടതിന് ശേഷം ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതും 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്നാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ്സും അതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിൻ്റെ മെഷർമെൻറ്റും കൂട്ടിയെടുക്കാവുന്നതാണ്. അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫില്ലിങ്സിലും അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കാണ്ടൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ. ഓരോ ഗോതമ്പ് പൊടിക്കും ഓരോ വെള്ളമായിരിക്കും കേട്ടോ ചേർക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്തെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഒരു കുഴക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ മാവിടെ റെഡി ആവാൻ. അപ്പോൾ അതാണ് ഈ രീതിയിലൊന്നായി വന്നതിന് ശേഷം ഇനി കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ പരട്ടിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ബോളാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് കാണ്ടന്നെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇത് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷേപ്പറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കൈ കൊണ്ട് തന്നെ ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാതെ എന്നാൽ തീരെ കട്ടി കുറഞ്ഞിക്കാണ്ടും ആവരുത്. ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 5 എണ്ണമാണ് ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു അപ്പം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും ഇതുപോലെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂവട ഉണ്ടാവുമല്ലോ ആ ഒരു അച്ചിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ഇതാക്കണം ഓരോന്നും ഇവിടെ ഫില്ലിങ്ങൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊരിച്ചെടുക്കണം. മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഓരോന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കാണ്ട് ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ച് കാണും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. ആ ഒരു മുട്ടൻ്റെയും ക്യാരറ്റും ഫില്ലിങ്ങും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കാം കേട്ടോ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.